ഒരു ദിവസം പാർവതി മാതാവ് പൂച്ചാൻ വേണ്ടി പോകുന്നു. കാരണം ഗണേശനോട് എന്താ പറഞ്ഞത്? പുത്ര ഗണേശ, ഞാൻ നദിയിൽ കുളിക്കാൻ വേണ്ടി പോവുകയാണ്, ആരെയും അകത്തേക്ക് കയറ്റി വിടാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്നേരം ആരാ വന്നത്? അന്നേരം ശിവൻ വന്നു. എന്നിട്ട് ശിവൻ പറഞ്ഞു, വഴി മാറൂ എന്ന് പറഞ്ഞു. അന്നേരം ഗണേശൻ എന്താ പറഞ്ഞേ? നോ, ഇല്ല, ഞാൻ വഴിമാറില്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരെയും അകത്തേക്ക് വിടാൻ വേണ്ടി പാടില്ല. അത് കേട്ടപ്പോ ആർക്ക് ദേഷ്യം വന്നു? ആർക്കാ ദേഷ്യം വന്നേ? ശിവന് ദേഷ്യം വന്നു വാവേ. എന്നിട്ട് ശിവൻ താണ്ഡവ നൃത്തമാടി. ശിവന്റെ ശൂലത്തിനെ കൊണ്ട് ദേഷ്യം വന്നിട്ട് ഒറ്റേറ് കൊടുത്തു. വേണ ഗണപതിന്റെ തല അറുത്ത് ഗണപതി മരിച്ചുപോയി. ഇത് കണ്ടിട്ടാണ് നമ്മളെ ആര് വന്നത്? ആരാ വന്ന് കുളിച്ചിട്ട് വന്നത്? ആരാ? പാർവതി മാതാവ്. പാർവതി മാതാവ് ഗണേശൻ മരിച്ചു കിടക്കുന്നുണ്ട് എന്നാ വിളിച്ചിട്ടുണ്ടാവുക? പുത്ര ഗണേശ. എങ്ങനെ വിളിച്ചേ? പുത്ര ഗണേശ എന്ന് വിളിച്ചിട്ട് വന്നു. പാർവതി മാതാവിന് സങ്കടം വന്നു. എന്നിട്ട് ശിവനോട് എന്താ പറഞ്ഞത്? സ്വാമി, അങ്ങ് ഇപ്പോൾ എന്നെ ഗണേശന് പുനർജീവൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അന്നേരം എന്താ ശിവൻ പറഞ്ഞേ? എൻ്റെ ശൂലം കൊണ്ട് ഒരാളുടെ ശിരസ് അറുത്താൽ അവർക്ക് പിന്നെ പുനർജീവൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ല, എന്നാൽ അതിന് മറ്റുപായമുണ്ട് എന്നാരോ വന്നിട്ട് പറഞ്ഞു. ആരാ അത് പറഞ്ഞത്? ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു. എന്നിട്ട് ശിവന്റെ ഭൂതഗണങ്ങളെ അയച്ചു. ഏതൊക്കെയാ ശിവന്റെ ഭൂതഗണങ്ങള്? ഏതൊക്കെയാ ഗണങ്ങൾ? ഏതൊക്കെയാ ശിവന്റെ? അകം, ഭഗം, ഭൃംഗി. അകം, ഭഗം, ഭൃംഗി, നന്ദി. ഇവരെ എന്നിട്ട് അയച്ചു. ഇവരെ അയച്ചിട്ടില്ലേ അണ്ണാ? എന്നിട്ട് അവരെ ആരെ ശിരസും കൊണ്ടാ വന്നേ? എന്നിട്ട് ഗണങ്ങള് ആനന്റെ ശിരസും കൊണ്ട് വന്നു. ആനയുടെ ശിരസ് കൊണ്ടുവച്ചു അല്ലേ? എന്നിട്ട് ഗണേശന് പുനർജീവിപ്പിച്ചു. ശിവൻ ഓം നമഃ ശിവായ ആക്കിയിട്ട് പുനർജീവിപ്പിച്ചു അല്ലേ? ആ പുനർജീവിപ്പിച്ച ദിവസമാണ് നാളെ. നമുക്ക് നാളെ രാവിലെ ഗണേശനെ പൂജിക്കണ്ടേ? അതെ, നാളെ പൂജിക്കാം. വിനായക ചതുർത്ഥി പറഞ്ഞേ.